സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാലോ, ഇച്ചോ ട്രൂത്ത് ഡയറക്ടർ ആയിരിക്കുന്ന MM അക്ബറിനെ പറ്റി. ഒരു കാലത്ത് യേശു ദൈവമല്ല, ബൈബിൾ ദൈവികമല്ല, പൗലോസ് ക്രിസ്ത്യാനിറ്റി അട്ടിമറിച്ച് എന്ന് വേണ്ട പലവിധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പല പുസ്തകങ്ങൾ എഴുതി ഒരിടയ്ക്ക് ദാവ പ്രവർത്തന രംഗത്ത് വളരെ നിറസാന്നിധ്യമായി നിന്ന MM അക്ബറിന്റെ സാഹിബിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പല സ്ഥലങ്ങളിൽ ഡിബേറ്റും വിദണ്ഡവാദവും ഒക്കെ നടത്തിയിട്ടുള്ള ആളാണല്ലോ. നിങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കളായിട്ടുള്ളവർക്കും ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കും അതല്ല ഇനി ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദ മതക്കാർക്കും ഇതെല്ലാം ഇദ്ദേഹത്തെ അറിയാവുന്നതാണ്. ആ രീതിയിൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ സംവാദത്തിനിടയിൽ നടക്കുന്ന തരികിടകൾ എങ്ങനെയാണെന്ന് ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വളരെ ചിട്ടവട്ടായ രീതിയിലൊക്കെയാണ് ഒരു ഡിബേറ്റർ എങ്ങനെ ആയിരിക്കണം, ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ എങ്ങനെ കാര്യങ്ങളെ അവതരിപ്പിക്കണം എന്ന് വേണ്ട പലവിധ കാര്യങ്ങൾ അദ്ദേഹം ഓരോരുത്തർ ക്ലാസ് എടുത്ത സമയത്ത് പറയുന്നുണ്ട്. ബഹുരസമാണത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാലോ അതിന്റെ സത്യാവസ്ഥ എന്താണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു സംവാദം നടന്നു. ഖുർആനിൻ്റെയും ബൈബിളിൻ്റെയും ദൈവികത തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ വെച്ചിട്ട്. ആ സംവാദത്തിൽ ആണ് അദ്ദേഹം ഒരു വർഗീസ് മാളിയേക്കൽ എന്നൊരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരു ലാപ്ടോപ്പെല്ലാം ഇട്ട് വന്ന്, അന്ന് ലാപ്ടോപ്പെല്ലാം പ്രോഗ്രാമിന് ഉപയോഗിക്കാന്നെല്ലാം പറഞ്ഞാൽ ഒരു പുതുമുള്ള സംഭവമാണ്. അന്നൊന്നും അങ്ങനെ വ്യാപകമായിട്ടില്ല. ലാപ്ടോപ്പെല്ലാം കൊണ്ടുവന്ന് ആ ലാപ്ടോപ്പിലെല്ലാം ഇട്ടിട്ടായിരുന്നു മൂപ്പരുടെ അവതരണം. അപ്പോൾ മൂപ്പര് ഖുർആനെതിരെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയ കൂടെ ഇതും പറഞ്ഞു പോയാൽ സത്യത്തിൽ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഡിബേറ്റിന് ചില ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾ പണ്ഡിതന്മാരെന്നുള്ളവർക്ക് നിങ്ങൾ മന്ത്യത്തിൽ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു പോവാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളവർക്കാണ്. ഡിബേറ്റ് എന്ന് പറഞ്ഞത് വെറും അറിവ് മാത്രം ഉപയോഗിച്ച് നടക്കുന്ന ഒരു രസലല്ല, മറിച്ച് അതിൽ കുറേ തർക്കശാസ്ത്രം ഉണ്ടാകും, കുറേ മറ്റ് വിഷയങ്ങളുണ്ടാകും. പക്ഷേ ഒരിക്കലും കളവ് മുസ്ലിമിന് പറയാൻ പാടില്ലല്ലോ. ഡിബേറ്റിലാണെങ്കിലും ആരോടാണെങ്കിലും ജയിക്കാൻ പറ്റും. പക്ഷേ ഡിബേറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ആ വിഷയം സമർത്ഥിക്കാൻ പറ്റിയ 5 പോയിന്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 2 പോയിന്റ്സ് സോളിഡാണ്, അഥവാ ഒരിക്കലും റെഫ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത പോയിന്റ്സ് ആണ്. ബാക്കി 3 പോയിന്റ്സ് കുറച്ച് ഒരു ഫ്ലൂയിഡാണെന്ന് പറയാം. എന്താ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറയാൻ പറ്റുന്നതാണ്. നല്ലൊരു ഡിബേറ്റർ ആണെങ്കിൽ ഈ 3 പോയിന്റ് മുണ്ടൂല, 2 പോയിന്റ് മാത്രമേ പറയുള്ളൂ. ഈ 2 പോയിന്റ് ശരിക്കും അങ്ങോട്ട് സമർത്ഥിക്കും. 3 പോയിന്റിലും 1 പോയിന്റ് മാത്രം പറഞ്ഞാൽ തന്നെ എതിർപക്ഷക്കാരൻ നല്ല ഡിബേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ 3-ാം പോയിന്റ് മാത്രം എടുത്തിട്ട് മറ്റ് 2 പോയിന്റുകളെ നിഷ്പ്രഭമാക്കും. ഈ 3-ാമത്തെ പോയിന്റ് മാത്രം എടുക്കും, എന്നിട്ട് ഈ മറ്റ് 2 പോയിന്റുകളെ നിഷ്പ്രഭമാക്കും. അപ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടങ്ങാറായി പറഞ്ഞ 2 പോയിന്റ് മുഴുവൻ ഉണ്ടാവില്ല, അതിൻ്റെ ഇതുണ്ടാവില്ല. ഈ ഒറ്റ പോയിന്റിലെ ചില പോയിന്റ്സ് ഉണ്ടാവും തിരിച്ചു പറയാൻ പറ്റുന്നത്, അതെടുക്കും. ഇത് സാധാരണ ഡിബേറ്റിൻ്റെ ഒരു രീതിശാസ്ത്രം. നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ജബ്ബാർ മാഷല്ലായിട്ട് പറഞ്ഞ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ കുറേ സുഹൃത്തുക്കൾ അത് പറഞ്ഞുകൂടേനെ ഇത് പറഞ്ഞുകൂടേനെ അതെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം ഇതാണ്, ഏത് പറയാന്നുള്ളതല്ല, പറയുന്നത് ഒരിക്കലും റെഫ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത പോയിന്റ് പറയാൻ കഴിയാന്നുള്ളതാണ് ഡിബേറ്റിലെ പ്രധാനം. അയാൾ ഒന്നാ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പറയാം, 4 പോയിന്റും കൊടുത്തു, അതിൽ മൂപ്പര് വെള്ളത്തിലും തപ്പുമായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡിബേറ്റിൻ്റെ ടെക്നിക്ക് കൂടിയാണ്. അപ്പോൾ ഇയാൾ ഒരുപാട് പോയിന്റ് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്കിത് ഒന്നും അറിയില്ല എന്നുള്ളതുകൊണ്ട്, ഇതെങ്ങനെയാണ് റെഫ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല എന്നുള്ളതുകൊണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം പറഞ്ഞ പോയിന്റുകളിൽ ഖുർആനെതിരെ പറഞ്ഞ 3-4 പോയിന്റ്സ് എനിക്ക് നന്നായി റെഫ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ സുന്ദരമായിട്ട് അത് പറഞ്ഞു. അയാൾ 10-25 പോയിന്റ് പറഞ്ഞിട്ട് എന്താ, ഈ 4-5 പറഞ്ഞോടുകൂടി എൻ്റെ ദൗത്യം കഴിഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാ കോലത്തിൽ തന്നെയാണ് എന്നുള്ളതിലേക്ക് എന്തെത്തും, സദസ്സെത്തും. അതാണ് അയാൾ നല്ലൊരു ഡിബേറ്റർ അല്ല, അയാൾ നല്ലൊരു പ്രസംഗകനാണ്. കേട്ടല്ലോ നിങ്ങൾ, ആ ഡിബേറ്റിന്റെ ഒരു ടെക്നിക്കൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. MM അക്ബറിന്റെ ഡിബേറ്റിന്റെ ടെക്നിക്ക്. അത് ജെയിംസ് വർഗീസ് IAS റിട്ടയർഡ് ആയിരിക്കുന്ന അദ്ദേഹവും
മാളികൽ സാറൂടെ അവിടെ നടത്തിയ ഡിബേറ്റാണ്. ആ ഡിബേറ്റിൽ എം അക്ബർ അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഒരു കള്ളത്തരം പറയുന്നുണ്ട്. അതിലൂടെ ഒരുപാട് ഷഹാദൊക്കെ ലഭിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നു എന്നൊക്കെ പറയുന്നത് അത് കള്ളത്തരമാണ്. അത് വേറൊരു വശം. ഇവിടെ ഡിബേറ്റിന്റെ ആ ഒരു ടെക്നിക്കൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് അത് കേട്ടപ്പോൾ മുതൽ ചിരിയാവരുത്. 25 ചോദ്യം ക്രിസ്ത്യൻ പക്ഷത്തു നിന്ന് ചോദിച്ചു. അതൊന്നും ഇദ്ദേഹത്തിന് ആ ചോദ്യങ്ങൾക്ക് മറുപടി എങ്ങനെ ചെയ്യണമെന്ന് ഇദ്ദേഹത്തിന് അറിയത്തുമില്ല. അറിയാവുന്നത് വെച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ബാക്കി 21 എണ്ണത്തിനെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ 22 എണ്ണത്തിന് എന്ത് ചെയ്തു? ഈ 4 എണ്ണത്തിൽ ഇദ്ദേഹം പറഞ്ഞ മറുപടിക്കകത്തേക്ക് കൊണ്ടുപോയി ഒതുക്കിയിട്ട് ബാക്കിയുള്ളതിനെ കൂടെ ഒരുമിച്ച് അങ്ങാക്കി. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാല് ബൈബിളിൻ്റെ അകത്ത് പറയുന്നു പിശാച് തന്ത്രശാലിയാണ്, ഖുറാൻ്റെ അകത്ത് പറയുന്നു അള്ളാഹു തന്ത്രശാലിയാണ്. ഇവര് തമ്മിലുള്ള ആ ഒരു ചേർപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം അക്ബർ പിന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ആ പരിപാടി അവിടെ ചെയ്യത്തുള്ളൂ. ശരിയല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നോക്കിയേ. ഞാൻ ഒരാളുമായിട്ട് ഒരു ഡിബേറ്റ് നടത്തുന്നു, മറുപക്ഷത്ത് നിന്ന് ഡിബേറ്റ് ഒരാള് വരുന്നു. ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ച പല ചോദ്യങ്ങളും ഞാനങ്ങ് ഒഴിവാക്കിയിട്ട് എനിക്കറിയാവുന്നതിന്റെ മറുപടികൾ മാത്രം പറഞ്ഞ് ബാക്കി 10 ചോദ്യം എന്നോട് ചോദിച്ചത് എനിക്കറിയാവുന്ന ഒരു 2 എണ്ണത്തിന്റെ മറുപടി മാത്രം പറഞ്ഞ് ബാക്കി 8 എണ്ണത്തിന് ഈ 2 മറുപടിക്കകത്ത് അങ്ങ് ഒതുക്കി കളഞ്ഞാൽ അല്ലെങ്കിൽ മൂടിക്കളഞ്ഞാൽ ഈ 8 എണ്ണം അപ്പോഴും ഏറെ നിൽക്കല്ലേ ചോദ്യം. മനസ്സിലായോ? ഞാൻ എത്രത്തോളം ഈ 8 എണ്ണത്തിനെ മറച്ചെന്ന് പറഞ്ഞാലും അരിയാഹാരം കഴിക്കുന്ന അത്യാവശ്യം ബുദ്ധിയുള്ള, അത്യാവശ്യം ചിന്തിക്കാൻ കഴിവുള്ളവര്, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവര് ചിന്തിക്കുന്നത് എന്താണ്? ഇവിടെ നല്ലൊരു തരികിട പരിപാടിയാണല്ലോ കാണിച്ചിരിക്കുന്നത്. ബാക്കി 8 എണ്ണത്തിന്റെ ചോദ്യം എന്തിയേ? ശരിയല്ലേ? ബാക്കി 8 എണ്ണത്തിന്റെ ചോദ്യം എന്തിയേ? 2 എണ്ണം കൊണ്ട് ഈ 8 എണ്ണത്തിനെ മൂടാൻ സാധിക്കുമോ? കാരണം ഈ 10 ചോദ്യം എന്ന് പറയുന്നത് 10 രീതിയിലല്ലേ. ഒരു ചോദ്യം തന്നെ 10 പ്രാവശ്യം ചോദിക്കത്തില്ലല്ലോ. ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ 10 ചോദ്യമായിട്ടല്ലേ ചോദിക്കത്തുള്ളൂ. അല്ല ഒരു ചോദ്യം തന്നെ 10 പ്രാവശ്യം ചോദിക്കൂ. എം അക്ബർ സാഹിബ് ഇന്ന് ചോറുണ്ടോ? അത് തന്നെയായിരിക്കോ 10 ചോദ്യം? അല്ലെങ്കിൽ എം അക്ബർ സാഹിബ് ഇന്ന് ചോറുണ്ടോ? അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റിൽ ചോറുണ്ടോ? അല്ലെങ്കിൽ നാളത്തെ ഡേറ്റിൽ ചോറുണ്ടോ? ഒരു ചോദ്യം ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ 10 പ്രാവശ്യം ചോദിക്കത്തില്ല. ചോദ്യങ്ങൾ ഇങ്ങനെ മാറി മാറിയായിരിക്കും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഡിബേറ്റ് നടക്കുന്ന സ്ഥലത്ത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ലാപ്ടോപ്പൊക്കെ അന്നത്തെ കാലത്ത് അത്രത്തോളം പ്രചരണത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡിബേറ്റ് വരണമെന്നുണ്ടെങ്കിൽ വന്നവരെന്തെക്കാളും മോശക്കാരല്ല. ഇനി വന്നവരുടെ മുമ്പിൽ ഇന്നും മറുപടി പറയാൻ പറ്റാതെ എം അക്ബർ സാഹിബ് ഇന്നും വളരെ വിഷമിച്ച് തന്നെ നടക്കുകയാണ്. വേറൊന്നല്ല, അവർ ചോദിച്ചത് വളരെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹം പറയാണ് ഡിബേറ്റിൽ നല്ല അറിവ് വേണമെന്ന്. അല്ല, ഈ അറിവ് ഉണ്ടായിരുന്നയാള് കുറച്ചു മുമ്പേ പറയുന്നത് കേട്ടായിരുന്നല്ലോ, എനിക്ക് അറിയാൻ വയ്യായിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അള്ളാഹു തന്ത്രശാലിയാണല്ലോ, ആ കാരുണ്യം കൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങളെയും വെറും 2-3 എണ്ണം പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യം അങ്ങ് പൂർത്തിയാക്കി. ശരി, താങ്കളുടെ ദൗത്യം ശരിയാണ്. 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ടുള്ള അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് ഈ 2-3 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ട് താങ്കളുടെ ദൗത്യം പൂർത്തിയാക്കി താങ്കൾ ആശ്വസിച്ചിരിക്കുമ്പോഴും ബാക്കി 20 ചോദ്യം അവിടെ നിൽക്കുകയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന, നിങ്ങളുടെ വാക്കുകളെ കേട്ട് നാളെ ഒരു ദാവാ പ്രവർത്തകരായിട്ട് ഇറങ്ങാൻ പോകുന്ന ആ ആൾക്കാരുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചുകൂടെ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത്. ഇനി ഇദ്ദേഹം പറഞ്ഞ വേറൊരു കള്ളം, തർക്കശാസ്ത്രം വേണമെന്ന്. അല്ല എം അക്ബർ സാഹിബെ, തർക്കശാസ്ത്രം കയ്യിലുണ്ടായിട്ട് എന്തുകൊണ്ട് സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കുമായിട്ട് ഒരു സംവാദത്തിന് വരാത്തത്? അല്ല, സാക്ഷിയുമായിട്ട് സംവാദത്തിന് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ തർക്കശാസ്ത്രം അങ്ങ് മാറിപ്പോവാണോ? അതോ അറിവുകളെല്ലാം അസ്തമിച്ചു പോവുകയാണോ? എങ്ങനെയാണ് അതിന്റെ രീതി? ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും, ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് പറഞ്ഞ അടുത്ത ഒരു കള്ളം അദ്ദേഹം പറഞ്ഞത്, ആ ഒരു പ്രവർത്തനത്തിന് ശേഷം ഇഷ്ടം പോലെ ഷഹാദ് ഇഷ്ടം പോലെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഒരുപാട് പേര് ഇസ്ലാമിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഷഹാദത്ത് കലിമ ചൊല്ലി ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവരെല്ലാം ഉടനെ ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? നേരെ ഇസ്ലാമിലേക്ക് ചെന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അക്ബർ സാഹിബെ അവിടെ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾ
എന്തിനെങ്കിലും മറുപടി പറയാൻ താങ്കൾക്ക് സാധിച്ചോ? അവിടെ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അതിപ്പോഴേ എയറിൽ കിടക്കുകയാണല്ലോ, അതിനിന്നും മറുപടി പറയാൻ പറ്റിയിട്ടില്ലല്ലോ. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതിരുന്ന താങ്കൾ ഈ അടുത്തിടയ്ക്ക് പറയുകയാണ്, ഈ 23 നടന്ന ഒരു മീറ്റിംഗിൽ പറയുകയാണ് എന്ത്, ഒരുപാട് പേര് അതിന്റെ പഠനം കൊണ്ട് ഇതിലേക്ക് വന്നത്. ആ ചോദ്യങ്ങൾ ആരാ ചോദിക്കുന്നതെന്ന് കൂടെ ഒന്ന് നോക്കാം നമുക്ക്. ഇത് ഈ വഴിക്ക് നീങ്ങിയിരിക്കുന്ന എല്ലാവരും പെട്ടിട്ടുണ്ട്. സിഹിറുമായി ബന്ധപ്പെട്ട് സംസാരിച്ച എല്ലാവരും പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒരാളും കൂടി ശ്രദ്ധപ്പെടുത്തിയട്ടെ. ഇതുമായി സംസാരിച്ച ഒരാളെ, ഒരു ബഹുമത പണ്ഡിതനുണ്ടല്ലോ നമ്മളെ കൂട്ടത്തില്, അയാളെ വിഷയത്തിൽ എവിടെ പെട്ടെന്നറിയോ? ക്രിസ്ത്യൻ പാതിരിയുടെ അരികിൽ. ക്രിസ്ത്യാനി ചോദിച്ചു അദ്ദേഹത്തിനോട് സ്നേഹസംവാദത്തിനിടയിൽ, നിങ്ങളുടെ കിതാബ്, അയാൾ പേരൊക്കെ പറയും, ബുഖാരിയില്, മുസ്ലിമില്, ഇത്ര നമ്പർ ഹദീസില് മുഹമ്മദ് നബി മാരണം ബാധിച്ച മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആളാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കും? പാസ്റ്റർ 2 or 3 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞ മറുപടി എന്താണോ? പിന്നെ അക്ബർ അയാൾ പറഞ്ഞ മറുപടി, റസൂലിന്റെ കാലത്ത് സീർ ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ റസൂല് സീർ ചെയ്യുന്ന ആളാണ്, മന്ത്രവാദിയാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ചോദിച്ചത് എന്താ? സീർ ഫലിച്ചു എന്നാണ് കേൾക്കുന്നത്, ശരിയാണോ? സീർ ചെയ്തോ ചെയ്തല്ല മറുപടി കേട്ടോളൂ. ഞാൻ 2 കോടി. മാത്രമല്ല അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു എന്ന് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുഖാരി 4/490, 4/400, 8 വോളിയമാണ് പറയുന്നത്, 8/89, 8/400, 7/658, 660 മുതലായ, അതുപോലെ മുസ്ലിമില് 2/1888. ഈ ഭാഗങ്ങളൊക്കെ പറയുന്നേ ഇദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവകാശവാദത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ മന്ത്രവാദത്തിന് അടിമയായിരുന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മന്ത്രവാദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരാൾ തന്ന വചനം എങ്ങനെയാ വിശ്വസിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നെന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യോത്തരം കേട്ടല്ലോ. മോന്റെ വാപ്പ കള്ളു കുടിക്കണമെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. മറുപടി, നിന്റെ വാപ്പ എവിടെയും കള്ളു ഷാപ്പ് നടത്തണില്ല. റസൂലിനെ സീർ ബാധിച്ച ആളാണെന്ന് ബുഖാരിയിലുണ്ടല്ലോ. സീർ ബാധിച്ച ഒരാളുടെ വാചകങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നതാണ് പാസ്റ്റർ ചോദ്യം. അതിന് മറുപടി എന്താ? റസൂലിനെ സാഹിർ ആയിരുന്നു, മന്ത്രവാദിയായിരുന്നു എന്ന് ഒരു ഹദീസിലും ഇല്ല, ഒരു ആയത്തിലും ഇല്ല. ഇതെന്ത് എങ്ങനെ പറയേണ്ടി വന്ന്? ഹദീസ് ശരിക്കാണ്ട് പറഞ്ഞൂടെ? പറഞ്ഞു. കേട്ടല്ലോ, മുഹമ്മദ് മാരണം ബാധിച്ചല്ലോ എന്ന് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വെച്ചുകൊണ്ട് മുഹമ്മദിന് മാരണം ബാധിച്ചല്ലോ എന്ന് വറീസങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എം അക്ബർ പറഞ്ഞ മറുപടിയാണ് ബഹുരസം. ബഹുമുഖ പണ്ഡിതനാണല്ലോ, ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുസ്ലിം ആയിട്ടുള്ള ആള് തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എം അക്ബർ പറഞ്ഞെന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. വർഗീസങ്ങൾ ചോദിച്ച ചോദ്യം ബുഖാരി മുസ്ലിം ഇത് വെച്ചുകൊണ്ടല്ല മാരണം ബാധിച്ചല്ലോ, കാരണം അദ്ദേഹത്തിന്റെ പത്നിയായ 6 വയസ്സിൽ 5 വയസ്സ് 8 മാസമൊന്നും, അല്ലെങ്കിൽ 6 വയസ്സിൽ നിക്കാഹ് ചെയ്തു, വിവാഹമില്ലല്ലോ, നിക്കാഹ് ചെയ്തു എന്ന് പറയുന്ന ആ ആയിഷ തന്നെ പറയുന്നുണ്ട്, തിരുമേനിക്ക് ചില സമയങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തതായിട്ട് തോന്നിയിട്ടൊക്കെ ഉള്ളത്. അതേ കണക്ക് തന്നെ ഈന്തപ്പനയുടെ ഓലയിലൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സിഗർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് എന്തെങ്കിലും വിശദീകരിക്കാതെ ജെയിംസ് അങ്കിൾ ചോദിച്ചത്. ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചോദിച്ചത്. എന്നാൽ എം അക്ബർ എഴുന്നേറ്റ് വന്നിട്ട് ഇത് പറഞ്ഞത് എന്താണ്? മുഹമ്മദ് ഒരു സാധാരണ പയ്യനായിരുന്നു. സാധാരണ പയ്യനൊക്കെ നിങ്ങൾ പറയുന്നതാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ എം അക്ബറിന്റെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ ഒന്ന് മാറ്റിയിട്ട് മുഹമ്മദ് എന്തായിരുന്നു എന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ പോലും എന്ത് എഴുതിയിട്ടുണ്ട്? മുഹമ്മദ് എന്നുള്ള പേര് എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് ഒരു നിസ്സാര പയ്യനായിട്ടൊന്നും കരുതാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിർമിതി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, സുന്നു തിർമിതി വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സകലരും ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ആദ്യമേ മണ്ണിനടിയിൽ നിന്നും മറമാറ്റി പുറത്തു വരുന്ന ആൾ ഇദ്ദേഹമായിരിക്കും, മുഹമ്മദ് ആയിരിക്കും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന ഈ സാഹചര്യത്തിൽ എം എം അക്ബർ പറയാൻ സാധാരണ മനുഷ്യനായിരുന്നു. ചോദ്യം എന്താണ്? മുഹമ്മദിന് ശിഖർ ബാധിച്ചല്ലോ, മാരണം ബാധിച്ചല്ലോ എന്നുള്ളതാണ്. എം എം അക്ബറിന്റെ മറുപടി എന്താണ്? അങ്ങനെ അവിടെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ ബാലനാണ്. ചോദ്യം നാട്ടുകാർക്ക് ശിഖർ ബാധിച്ചോ എന്നുള്ളതല്ല എം എം അക്ബറെ. അക്ബർ സാഹിബ് ഇന്നും ചോദ്യം ഇപ്പോഴും എയറിൽ കിടക്കുകയാണ്, മറുപടി പറയുന്നില്ലല്ലോ. താങ്കൾ പറഞ്ഞ എന്താണ്? അവിടെ നാട്ടുകാരങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. മുഹമ്മദ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു, സാധാരണ ബാലനായിരുന്നു, അറബി ബാലനായിരുന്നു, എല്ലാം ഞങ്ങൾ സമ്മതിച്ചു. ചോദ്യം നാട്ടുകാർക്ക് ശിഖർ ബാധിച്ചോ എന്നുള്ളതല്ല, ചോദ്യം അവിടെ ഉണ്ടായിരുന്ന ഖദീജയ്ക്ക് ശിഖർ ബാധിച്ചോ എന്നുള്ളതല്ല, ആയിഷയ്ക്ക് ശിഖർ ബാധിച്ചോ എന്നുള്ളതല്ല. ചോദ്യം വളരെ വ്യക്തമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ, മുഹമ്മദിന് ശിഖർ ബാധിച്ചോ എന്നുള്ളതായിരുന്നു. അക്ബർ വന്നിട്ട് വളരെ സൗമ്യമായിട്ട് സാധാരണ പറയുന്ന ആ സ്റ്റൈലിൽ തന്നെ എണ്ണീറ്റ് വന്നിട്ട് പറയുകയാണ്, എന്ത് ഇതിനാണ് ഉൾട്ടേടി. അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്ത്രം പ്രയോഗിക്കും. കാരണം അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആള് തന്ത്രം പ്രയോഗിക്കും. ആ തന്ത്രപരമായിട്ടുള്ള ചോദ്യത്തെ അവിടെ തന്നെ ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട്? ആ തന്ത്രപരമായിട്ടുള്ള കാര്യത്തെ അവിടെ തന്നെ മനുഷ്യരുടെ ഇടയിൽ എല്ലാവിധമായിട്ടുള്ള കാര്യത്തിന്മേലും തെറ്റിദ്ധാരണകളെ പരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്? ഇതാണ് ആദ്യമേ പറഞ്ഞ സംവാദ ടെക്നിക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ? ചോദ്യം ചോദിക്കുന്ന ആളിനെ, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ എങ്ങനെ ആ ചോദ്യത്തെ മറിച്ച് മാറ്റി ചോദിക്കാൻ വരുന്നവന്റെ ഉള്ളിലും കേൾക്കുന്നയാളുടെ ഉള്ളിലും മോഡറേറ്റർ ആയിട്ടിരിക്കുന്നവരുടെ ഉള്ളിലും അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു കാര്യത്തെ എന്താണോ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഇടപാടാണ് എം എം അക്ബർ ഇവിടെ കാണിച്ചു വെച്ചത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുകൂടാതെ എം എം അക്ബർ ഒരു ശുദ്ധ നുണയനാന്നൂടെ തെളിയുകയാണ്. എങ്ങനാന്നറിയാവോ? ഇങ്ങനെ ഒരു ചോദ്യം എം എം അക്ബർ ജീവിതത്തിൽ എവിടെയും കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. എന്ത്? ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ ആയിട്ടുള്ളവര് മുഹമ്മദിന് മാരണം ബാധിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം എം എം അക്ബർ എവിടെയും കേട്ടിട്ടില്ല എന്നാ പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. ഇദ്ദേഹം എത്രത്തോളം കള്ളത്തരം പറയുന്ന ആളാന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. ഇതെന്ത് എങ്ങനെ പറയേണ്ടി വന്ന്? ഹദീസ് ശരിക്കാണ്ട് പറഞ്ഞൂടെ? പറഞ്ഞു, ഹദീസ് ശരിക്ക് പറഞ്ഞു. പിന്നെ എവിടെയെന്നറിയോ? 4 കൊല്ലം കഴിഞ്ഞിട്ട്. ഇത് തിരുവനന്തപുരത്തുണ്ടായ സംഭവമാണ്. അതേ തിരുവനന്തപുരത്ത് 4 കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇതേ മനുഷ്യൻ നടത്തിയിരിക്കുന്ന വേറൊരു മുഖാമുഖം. അതില് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യമുണ്ട്. ഈ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് വെച്ച് ക്രിസ്ത്യാനികൾ ഞങ്ങളെ വല്ലാതെ വിഷമപ്പെടുന്നുണ്ട്. എന്താണ് മറുപടി? എന്താണ് ആ ഹദീസിന്റെ അവസ്ഥ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് പറയുന്ന ഒന്നാമത്തെ ഉത്തരം തന്നെ ശുദ്ധ കളവ. കേട്ടുള്ളൂ. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് യാസ്മിൻ, വള്ളക്കടവ് താമസം. വളരെ സമഗ്രമായ ഒരു പഠനമാണ് അൽഹംദുലില്ലാഹ് ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ധാരാളക്കണക്കിന് ക്രൈസ്തവ ജൂതന്മാർ നമുക്കെതിരെ ആയുധമായി പ്രയോഗിക്കുന്ന ഒരു ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹം മാരണം ബാധിച്ചവനാണെന്നും ഏതോ ഒരു കിണറിൽ ഏതോ ഒരു ജൂതൻ കൊണ്ടിട്ട മുടിയും പൂവും കാരണം 6 മാസത്തോളം അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തവ ചെയ്തതായും തോന്നിയതായിട്ടും ഒക്കെ ഹദീസുകളിൽ കാണാമെന്ന് ഇന്നും അവർ വാദിക്കുന്നു. അത്തരം ആളുകൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന ഒരു എളിയ പ്രവർത്തനം എന്ന നിലയ്ക്ക് പലതവണ ഞാൻ ഉത്തരം മുട്ടിപ്പോയ ഈ ചോദ്യത്തിന് ഈ ഒരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അവരുടെ ഈ വിമർശനത്തിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ? സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, സിഹിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിച്ചു എന്നുള്ള ഹദീസ്, അത് ഏറെ ക്രൈസ്തവ ജൂതന്മാരെടുത്ത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്നു എന്നാണ്. സത്യത്തിൽ അത് തന്നെ എന്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ച സുഹൃത്തിന്റെ തെറ്റിദ്ധാരണയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച
ക്രൈസ്തവ ജൂതന്മാരൊന്നും തന്നെ പ്രവാചകനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിനുള്ള ഒരു വിമർശനമായി ഈ ഹദീസ് എടുത്തുദ്ധരിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഒരുപാട് വിഷയങ്ങളിൽ പൊതുവേദികളിൽ വെച്ച് സംവാദം നടത്തുവാൻ അവസരം കിട്ടിയ എനിക്ക് ഈ വിഷയം പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായി എടുത്തുദ്ധരിക്കപ്പെട്ടത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിലുമില്ല. എന്നാൽ മുസ്ലിം ലോകത്ത് മനസ്സിലായില്ലേ? ശുദ്ധ കളവ്. തിരുവനന്തപുരത്ത് നിന്ന് 3-4 വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് നേരിട്ട് ചോദ്യം കേട്ടിട്ട് പാസ്റ്റർ നടന്ന എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പുരോഹിതനടന്ന്. ഇപ്പോൾ പറയുന്നത് എന്താ? എന്റെ പ്രബോധന രംഗത്തെ ഇത്ര കാലത്തെ അനുഭവത്തിൽ ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മുഹമ്മദ് നബിക്കെതിരിൽ ആക്ഷേപം ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പിന്നെ ഈ ഹദീസിനെ ന്യായീകരിക്കണം. ഞാനത് പറഞ്ഞത് കേട്ടല്ലോ, എത്ര മനോഹരമായ കള്ളത്തരം പറച്ചിൽ. നിങ്ങൾ കേട്ട ആദ്യത്തെ വോയിസിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? തമാശയ്ക്കാണെങ്കിൽ പോലും, നമ്മൾ ജയിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇസ്ലാമിലുള്ളവർ കള്ളം പറയാൻ പാടില്ല. മനസ്സിലായോ? ഇസ്ലാമിലുള്ളവര് കള്ളം പറയാൻ പാടില്ല. തമാശയ്ക്കാണെങ്കിലും ഒരു വിഷയത്തെ ജയിക്കാൻ വേണ്ടിയാണെങ്കിലും കള്ളം പറയാൻ പാടില്ല. രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ കേട്ടത് എന്താണ്? ജെയിംസ് അങ്കിൾ വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ് MM അക്ബറിനോട്, അക്ബറെ എന്താണ് മുഹമ്മദിന് മാരണം ബാധിച്ചോ, ശിഖർ ബാധിച്ചോ എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് ഇദ്ദേഹം അവിടെ വെച്ച് കള്ളത്തരം തക്കിയടിച്ചു പോയി. അതിനുശേഷം അതിലും വലിയൊരു കള്ളത്തരമാണ് മൂന്നാമത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത്. എന്ത്? ഞാൻ ഇങ്ങനൊരു ചോദ്യം കേട്ടിട്ടേ ഇല്ല എന്ന്. പക്ഷെ ആ വീഡിയോക്കകത്ത് ആ കോട്ട് വിട്ടുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, ഒരു മുസ്ലിം തന്നെയാണ് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, തിരുവനന്തപുരത്തെ സംഭവത്തിന് ശേഷം 4 വർഷത്തിന് ശേഷം നടന്ന ഒരു പ്രോഗ്രാമിൽ MM അക്ബറിനോട് ഇദ്ദേഹം വേറൊരു മനുഷ്യൻ അവിടെ നിന്ന് പരസ്യമായിട്ട് വോയിസിൽ ചോദ്യം ചോദിക്കുമ്പോൾ, മൈക്കിലൂടെ ചോദ്യം ചോദിക്കുമ്പോൾ MM അക്ബർ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനൊരു ഇത് കേട്ടിട്ടേ ഇല്ല എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്, പിശാച് തന്ത്രശാലിയാണ്, അള്ളാഹുവും തന്ത്രശാലിയാണ്. അതുകൊണ്ട് ഈ തന്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവര് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഒന്നും ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സത്യസന്ധമായിട്ടാണ് ജെയിംസ് അങ്കിളും ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ, സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം, തിർമിദി എന്ന് വേണ്ട ഈ ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും അവിടെ ചോദിച്ചു, അതിന് വ്യക്തമായിട്ട് മറുപടി പറയാതെ കള്ളത്തരം പറഞ്ഞു മാറിയ, തക്കിയടിച്ച് മാറിയ, ഇസ്ലാം പ്രകാരം തക്കിയടിച്ച് കള്ളത്തരം പറഞ്ഞു മാറിയ MM അക്ബർ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ എന്താ പറയുക? ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം കേട്ടിട്ടേ ഇല്ല. എന്തിനാണ് MM അക്ബർ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു നടക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ആ ലാപ്ടോപ്പ് ഒക്കെ ഒന്ന് ഇറങ്ങി കറക്റ്റായിട്ട്. ലാപ്ടോപ്പ് മാത്രമല്ല, ഇപ്പൊ പലതും വളരെ സജീവമായിട്ട് നിമിഷ നേരം കൊണ്ട് വിരത്തുമ്പുകളിൽ കിട്ടുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. MM അക്ബർ സാഹിബ് ഈ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ചെല്ലുമ്പോഴത്തേന് ഈ തക്കിയടിച്ച് പോകാതെ നിൽക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ തക്കിയടിച്ച് കറങ്ങി നടക്കുന്നതുകൊണ്ടാണ് താങ്കൾ സാക്ഷി അപ്പോളസ് നെറ്റ്വർക്കുമായിട്ട് സംവാദത്തിന് വരാതിരിക്കുന്നത്. കാരണം 1 ലക്ഷം രൂപയേക്കാൾ മൂല്യം 35,000 രൂപയ്ക്കാണെന്ന് കണ്ടുപിടിച്ച ഉലകത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് താങ്കൾ മാത്രമാണ്, വേറെ ആരുമല്ല. സാക്ഷി അപ്പോളസ് നെറ്റ്വർക്ക് MM അക്ബറിനെ സംവാദത്തിന് കൊണ്ടുവരുന്ന ആൾക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചു. എന്നാൽ ജബ്ബാറുമായിട്ട് പോയി ഡിബേറ്റ് നടത്തിയപ്പോൾ അവർ 35,000 രൂപയാണ് ഇനാം പ്രഖ്യാപിച്ചത്. അപ്പോൾ 1 ലക്ഷത്തിനേക്കാൾ കൂടുതൽ മൂല്യം ഈ 35,000 രൂപയ്ക്കാണെന്ന് കണ്ടുപിടിച്ച ആളും MM അക്ബർ തന്നെയാണ്. അതുകൊണ്ടാണ് സാക്ഷിയുടെ സംഭവത്തെ ഭയം ഓടുന്നതിന്റെ പ്രധാന കാരണം, ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് തക്കിയടിക്കാൻ പറ്റത്തില്ല. MM അക്ബറിന് കയ്യോടെ പിടിക്കപ്പെടും. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ചിലപ്പോൾ മുസ്ലിങ്ങൾ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനതകളെ മറച്ചു വെക്കണമെന്നൊക്കെ പറയുന്ന ആയത്തുകൾ കൊണ്ട്,
അല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഈ കാര്യത്തിലൊക്കെ വിശ്വസിക്കുന്നതായിട്ടുള്ള മുസ്ലിങ്ങള് ചിലപ്പോൾ എം അക്ബർ പറയുന്നത് എന്താണോ അത് കേട്ടിട്ട് അങ്ങ് പോയേക്കാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ എം അക്ബറെ, അല്ലെങ്കിൽ നിച്ചോർ ട്രൂത്തിന്റെ സംഘടനയെ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഡിബേറ്റിന് വരാൻ പറ്റുന്നില്ല ഞങ്ങളുമായിട്ട്? നിങ്ങൾ എന്നിട്ട് വേറൊരു നിങ്ങൾ തന്നെ ഇതിൻ്റെ അകത്ത് സാക്ഷ്യമായിട്ട് ഒരുപാട് കത്തിടപാടുകളൊക്കെ നടത്തി കരാറൊക്കെ ഒപ്പിടാനുണ്ട്. എവിടെ കരാർ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പ്രസിദ്ധപ്പെടുത്തണം കേട്ടോ. നിങ്ങളതൊന്ന് പ്രസിദ്ധപ്പെടുത്തുന്നതല്ലായിരിക്കും. അപ്പൊ സാക്ഷിയുടെ സംഭവത്തെ എം അക്ബർ ഭയപ്പെട്ട് ഓടുകയാണ്. കാരണം എന്താണെന്ന് അറിയോ? ഭയപ്പാടൊക്കെ എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കണം, ഞങ്ങളുടെ സാക്ഷിയുടെ വെല്ലുവിളി. ജനാബ് എം അക്ബർ മൗലവിയെ തന്നെ അനേക തവണകൾ, ജനാബ് എം അക്ബർ മൗലവി മാത്രമല്ല, ഡോക്ടർ സാക്കിർ നായകനെ പോലെയുള്ളവരെ, അനേക ദാവാ പ്രാസംഗികന്മാരെ സംവാദത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒഴിവൊഴികൾ പറഞ്ഞ് അവർ ആ സംവാദത്തിൽ നിന്ന് എപ്പോഴും മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചതുപോലെയും കൊച്ചിയിൽ പ്രഖ്യാപിച്ചതുപോലെയും ഈ വാഴക്കുളത്ത് നിന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ജനാബ് എം അക്ബർ മൗലവിയെ സംവാദത്തിന് കൊണ്ടുവരുവാനായി ആർക്കെങ്കിലും കഴിയുമെങ്കിൽ സംവാദം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ പാരിതോഷികമായിട്ട്. കേട്ടല്ലോ, എം അക്ബറിനെ ആരെങ്കിലും സംവാദത്തിന് കൊണ്ടുവരുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇല്ല, തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന എം അക്ബറിന് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 24-ാമത്തെ പേജിലും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വിഷയങ്ങൾ ഏതാണെന്നും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വിഷയങ്ങളുടെ അകത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുമാണ് ഏതൊക്കെയാണ് വിഷയങ്ങളെന്ന് എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം എന്തെക്കാളും എം അക്ബറിനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈസയ്ക്കും മുഹമ്മദ് ഈസയുടെയിലും പുസ്തകം ഇരിപ്പുണ്ട്. അതിന്റെ 22-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംവാദം ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പറയാം. ഇത്രേ ഉള്ളൂ. മുഹമ്മദിന്റെ പ്രവാചകത്വം, പൗലോസിന്റെ അപ്പസ്തോലികം, മുഹമ്മദിന്റെ ധാർമ്മികത, പൗലോസിന്റെ ധാർമ്മികത, ഖുറാന്റെ ദൈവികത, ബൈബിളിന്റെ ദൈവികത, അള്ളാഹുവിന്റെ ആളത്വം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം. അപ്പൊ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സംവാദത്തിന് തയ്യാറായിട്ട് എം അക്ബർ വരുവാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന ആളിന് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തരിക തന്നെ ചെയ്യും കേട്ടോ, അതിൽ മടിയൊന്നുമില്ല. കാരണം ഞങ്ങൾ പ്രഖ്യാപിച്ചതാണല്ലോ. തന്ത്രശാലി അല്ലാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തന്ത്രം കാണിക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തരിക തന്നെ ചെയ്യും. പക്ഷേ എം അക്ബർ, താങ്കൾ എന്തുകൊണ്ട് സംവാദത്തിന് വരുന്നില്ല? താങ്കൾ ഉണ്ടാക്കിയെടുത്ത താങ്കളുടെ അറിവ് അല്ലെങ്കിൽ താങ്കളുടെ തർക്കശാസ്ത്രം ഇതെല്ലാം സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ സംവാദകരുമായിട്ട് സംവാദം നടത്തുമ്പോൾ ചോർന്നു പോകും എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ടാണ്. ഒന്ന് ശ്രമിച്ചൂടെ? നിങ്ങൾ വരാത്ത എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ ഇസ്ലാമിക പുസ്തകങ്ങളെയാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ മുഹമ്മദിനെ അല്ല. ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള സഹാബികൾ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് ഖുറാനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ പുസ്തകത്തെ ഭയപ്പെടുന്നു. ആ പുസ്തകത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണ് എം അക്ബറും കൂട്ടരും സാക്ഷ്യമായി സംവാദത്തിന് വരാത്തത്. അല്ലെങ്കിൽ ഞങ്ങള് ഈ 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചതിന് ശേഷം താങ്കൾ പോയിട്ട് ജബ്ബാറുമായിട്ട് ഡിബേറ്റ് നടത്തി പറയും എന്നെ വാടാ പോടാന്നൊക്കെ വിളിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ നിയമമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിളിക്കത്തുമില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടെ ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ ഖുറാൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹുവിനേക്കാൾ ഉപരിയായിട്ട് സാക്ഷി അപ്പോളോസ് നെറ്റ്വർക്കിനെ എം അക്ബറും കൂട്ടരും ഭയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എം അക്ബർ പരസ്യവേദിയിൽ ഒരു സംവാദത്തിന് വരാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതുകൂടാതെ എം അക്ബർ സംവാദത്തിനോട്ട് വരത്തുമില്ല, വരുന്നവരെ മുടക്കുക എന്നുള്ളതും അക്ബറിന്റെ ഒരു നല്ലൊരു പ്രവൃത്തിയാണ്. തമിഴ്നാട്ടില് TMTJ ആയിട്ടുള്ള ഒരു സംവാദം നടന്ന സമയത്ത് ഇവിടുന്ന് കുറെ ആൾക്കാർ അവിടെ ചെന്നു. എം അക്ബറിന്റെ കൂട്ടരാണെന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ സംവാദത്തിലൊക്കെ ഏർപ്പെട്ടത്? അങ്ങനെ ഏർപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവര് ആയിഷയുടെ വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ഭാര്യയായിട്ടുള്ള ആയിഷയുടെ മുലകുടി ഹദീസും മറ്റുള്ളതും ഒക്കെ എടുത്ത് മറ്റുള്ളവരോട് പറയത്തില്ലേ? അത് നിങ്ങളുടെ പുസ്തകത്തിലുള്ള കാര്യമല്ലേ എം അക്ബറെ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവരുടെ പുസ്തകത്തെ ഭയപ്പെടുന്നു. ഇവരുടെ പണ്ഡിതന്മാർ എഴുതിയ പുസ്തകത്തെ ഭയപ്പെടുന്നു. ആ ഭയപ്പാടുള്ളത് കൊണ്ടാണ് ഇവർ സംവാദത്തിന് വരാതിരിക്കുന്നത്.
അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ആ വ്യക്തിക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ പാരിതോഷികമായിട്ട് നൽകും. ജനാബ് എം അക്ബർ മൗലവി സംവാദത്തിന് വരുവാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഈ ജനാബ് എം അക്ബർ മൗലവി ഞങ്ങൾ ചെന്നൈയിൽ തമിഴ്നാട്ടിലെ ഒരു വലിയ ഇസ്ലാമിക ഡിനോമിനേഷൻ ജമയത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സഭാവിഭാഗമല്ല, അവരുടെ ജമയത്ത, അതിന്റെ തലവനുമായി ഏതാണ്ട് 10 ലക്ഷത്തോളം പേര് വരുന്ന ജമയത്തിന്റെ തലവനുമായി ഞങ്ങൾ സംവാദത്തിന് കരാറ് ഒപ്പിട്ടപ്പോൾ നിഷ് ഓഫ് ട്രൂത്തിന്റെ ആൾക്കാർ എന്ന് അവർ പറയുന്നില്ല, പക്ഷെ കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറയുന്നതിൽ വെച്ച് നിങ്ങൾക്കത് കാണാവുന്നതാണ്. ആ നിഷ് ഓഫ് ട്രൂത്തിന്റെ ആൾക്കാർ, ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ആൾക്കാർ ചെന്നൈയിൽ ചെന്നിട്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു 1.5 മിനിറ്റുള്ള ക്ലിപ്പ് ഒന്നിട്, അത് തമിഴിലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുകയാണ്, ഇത് ഞങ്ങളോട് കൂടെ സംവാദത്തിന് ഞങ്ങള് ബൈബിളിനെ പറ്റി 2 ദിവസവും ഖുറാനെ പറ്റി 2 ദിവസവും സംവാദം 2 ദിവസമായി ചെയ്തതാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുമായി സംവാദത്തിന് കരാർ ഒപ്പിട്ടതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അവരോട് സംവാദത്തിന് പോകരുത്, അവരോട് സംവാദത്തിന് പോകുന്നത് ഒരു ട്രാപ്പാണ്, നിങ്ങൾ അതിൽ ജയിക്കുവാൻ കഴിയുകയില്ല എന്ന് ജനാബ് എം അക്ബർ മൗലവിയും ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂട്ടം അവിടെ ചെന്നുവന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ പരസ്യമായി പറയുന്നതാണ്. ഇത് തമിഴിലാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന തമിഴാണ് എന്ന് പറഞ്ഞാൽ മലയാളവുമായിട്ട് ധാരാളം ബന്ധമുള്ളതാണ്. 3 ക്ലിപ്പുകൾ ഇന്ന് തമിഴിലുണ്ട്. പക്ഷെ ആ 3 ക്ലിപ്പുകളും വളരെയേറെ മലയാളവുമായിട്ടുള്ള ബന്ധമുള്ളതായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഇത് മനസ്സിലാകും. ആരംഭം മുതലിട 1.5 മിനിറ്റേ ഉള്ളൂ. கேரளாவிலிருந்து சில பேர் வந்திருந்தார்கள். அங்கிருக்கிற ஒரு பெரிய ஸ்காலரோடு இதே அமைப்பை சார்ந்த கிறிஸ்தவர்கள் விவாதத்திற்கு ஒப்பந்தம் கூட போட்டிருந்திருக்கிறார்கள் ஏற்கனவே கடந்த காலத்துல. அந்த அமைப்பை சார்ந்த சில பேரு சென்னையை நம்மளை சந்திச்சு நம்மகிட்ட வந்து கேட்கிறாங்க, என்னங்க இப்படி வருஷமா மாட்டிக்கிட்டீங்க? நம்ம மாட்டிக்கிட்டோமா? அவங்க யாரு கிறிஸ்தவர்கள் நம்ம மாட்டிக்கிட்டோமா? யார் மாட்டினா நம்மகிட்ட அவன் வந்து மாட்டி இருக்கிறான். இவ்வளவு நாள் ஊருக்குள்ள பீடா விட்டுட்டு இருந்தான், துரத்தி பிடிச்சி ஆளை உட்கார வச்சிருந்தோம், நம்ம மாட்டிக்கிட்டோமா? அவன் சொல்றான், அந்த ஆளு சொல்றாரு, நீங்க போய் உட்கார்ந்தீங்கன்னா அவர் இந்த பால் குடி அதிகம் போடுவாரு, என்ன செய்வீங்க? அதைத்தானா வருஷ காலம் பூரா பொய்ன்னு சொல்லிக்கிட்டு இருக்கிறோம். நீயும் பொய் என்று சொல், உன்னாலும் தைரியமாக விவாதிக்க முடியும். உண்மையில சொன்னா அடக்கி பொத்திக்கிட்டு தான் போகணும். வேணாம்பா வாய் திறக்க வேண்டாம், மாட்டிக்கிட்ட வம்பு, அதனால தான் வாய் பொத்துறீங்க. வேற எதற்கு நீங்கள் மௌனம் காக்கிறீர்கள்? உங்களிடத்திலே 100% சத்தியம் இருக்கிறது என்று தெளிவான நம்பிக்கை இருந்தால் உங்களாலும் விவாத களத்திலே அத்தனை பேரையும் சந்திக்க இயலும். சந்திக்க முடியாமல் போனதை காட்டுகிறது உங்களிடத்திலே அசத்தியம் இருக்கிறது, பலகீனம் இருக்கிறது, இயலாமை இருக்கிறது. ഇതിൽ അദ്ദേഹം പറഞ്ഞത്, ഇവർ ഞങ്ങളുമായി കരാർ ഒപ്പിട്ടതിന് ശേഷം ഇവിടുത്തെ ഒരു പെരിയ പണ്ഡിതൻ, ഇവിടുത്തെ ഒരു പെരിയ സ്കോളർ, അവരുമായി ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അവരവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അവരുമായിട്ട് സംവാദത്തിന് പോകരുത്. ഈ ഇദ്ദേഹം ഇവിടെ ഈ കേരളത്തിന്റെ വേദികളിൽ ഞങ്ങളുമായി സംവാദത്തിന് തയ്യാറാണ് എന്ന വിധേന പാവപ്പെട്ട മുസ്ലിം സ്നേഹിതരെ പറ്റിക്കുന്നത് എന്തിനാണ്? ഇദ്ദേഹം ഒരിക്കലും സംവാദത്തിന് വരുന്നില്ല. ആ വരുത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാരിതോഷികമായിട്ട് പറഞ്ഞത്. നാളെ നിങ്ങളുടെ അടുക്കൽ ദാവാ പ്രാസംഗികർ വന്ന് പറയുകയാണ്, ജനാബ് എം അക്ബർ മൗലവിയോട് സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ സാക്ഷി അപ്പോളജിറ്റിക്സ് നെറ്റ്വർക്ക് തയ്യാറാകാതെ ഒഴിവഴികൾ പറഞ്ഞ് മാറി നിൽക്കുന്നത് ജനാബ് എം അക്ബർ മൗലവിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേട്ടല്ലോ. അക്ബറിനോ സംവാദത്തിന് വരാൻ ഭയമാണ്. സംവാദത്ത് വരുന്നവരെ ചെന്നിട്ട് എന്ത് ചെയ്യാ, പാൽക്കുടി ഹദീസ് എടുക്കുമെന്നും പറഞ്ഞ് അവർ നമ്മുടെ നമ്മുടെ പുസ്തകങ്ങളെ അപമാനിക്കും, നമ്മുടെ വിശ്വാസത്തെ മോശമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിൽ ചെന്നിട്ട് എം അക്ബർ എന്ത് ചെയ്തു? സംവാദത്തെ മുടക്കാം. എം അക്ബറിന്റെ ആൾക്കാരാണോ എന്നല്ല, കാരണം കരാർ ഒപ്പിട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേനും വേറെ ഒരു കൂട്ടർ ആ സമയത്തില്ലായിരുന്നു. അതുകൊണ്ട് വേറൊരു വശം. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ആദ്യത്തെ വോയിസിൽ നിങ്ങൾ കേട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ തമാശക്ക് പോലും കള്ളം പറയാൻ പാടില്ല, പക്ഷെ തക്കി അടിച്ച് ജീവിക്കാം.
അക്ബറിനെ ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുകയാണ്, സംവാദത്തിന് തയ്യാറാണോ അക്ബറെ? നിങ്ങളുടെ വിശ്വാസം വളരെ മഹത്തായതാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വലുതാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, അള്ളാഹുവും മുഹമ്മദും എല്ലാം ലോകത്തിന് വലിയൊരു മാതൃകയോടെ നടക്കുന്നതാണെന്നെങ്കിൽ നിങ്ങളൊരു സംവാദത്തിന് ഒരു അക്ബർ സാഹിബ് എന്തിനിങ്ങനെ ഭയപ്പെടുന്നു? ഇങ്ങനെ ഈ കള്ളത്തരം പറഞ്ഞ് ജെറുവേറ് പറഞ്ഞവരെ ഈ മുസ്ലിം സഹോദരങ്ങളെ എങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ സാധിക്കുന്നു? ഇതൊരു പറ്റിപ്പ് പ്രസ്ഥാനമായി തീരുകയാണോ? ഇപ്പോഴും ചോദിക്കുകയാണ്, അക്ബറിന് സംവാദത്തിന് വരാൻ എന്താ ഭയം? നിങ്ങളുടെ പുസ്തകം, നിങ്ങളുടെ ഖുറാൻ, നിങ്ങളുടെ ഹദീസുകൾ, നിങ്ങളുടെ തഫ്സീറുകൾ, നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്ന അനേക പുസ്തകങ്ങൾ നിങ്ങൾക്ക് തന്നെ തലയ്ക്ക് മുകളിൽ എന്തായി കിടക്കുന്നു? ഒരു വാളായിട്ട് തൂങ്ങി കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ സംവാദത്തിന് വരാത്തത്. ഞങ്ങളിപ്പോഴും തയ്യാറാണ്. കൊണ്ടുവരുന്ന ആൾക്ക് 1 ലക്ഷം രൂപ തരാൻ ഞങ്ങൾ തയ്യാറാണ്. സാക്ഷി തയ്യാറാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഡിബേറ്റ് എന്ന് പറഞ്ഞ പല ആൾക്കാരെയും ഇങ്ങനെ നടത്തുമ്പോൾ എന്തെക്കാളും മാളിയേക്കല്, താങ്കൾ പറഞ്ഞ വർഗീസ് മാളിയേക്കല്, അദ്ദേഹം ഒരു ഡിബേറ്റർ അല്ലാന്ന് തന്നെ താങ്കൾ സമ്മതിച്ചു. ഡിബേറ്റർമാരുമായിട്ട് എന്തേ ഒരു ഡിബേറ്റ് വരാത്തത്? താങ്കൾ ക്രിസ്ത്യൻ മേഖലയിൽ ഡിബേറ്റ് നടത്തിയിട്ടുള്ളവരാരും ഡിബേറ്റർമാരല്ല, ഒരാളൊഴികെ, വർഗീസ് അങ്കിൾ ഒഴികെ ബാക്കിയുള്ളവരാരും. താങ്കൾ നടത്തിയിരിക്കുന്നവര് വർഗീസ് അങ്കിൾ വളരെ നല്ല രീതിയിൽ, അതേ കണക്ക് തന്നെ മാളിയേക്കൽ സാറ് വളരെ നല്ല രീതിയിൽ താങ്കളുമായിട്ട് ഡിബേറ്റ് നടത്തി. പെരുമ്പാവൂര് വെച്ച് വർഗീസ് സാമുൽ പാസ്റ്ററും ആയിട്ടൊരു ഡിബേറ്റ് ആദ്യം നടത്തിയിട്ട് രണ്ടാമത്തെ വിഷയം ഖുറാന്റെ ദൈവികത എന്ന് പറയുന്ന വിഷയത്തിന്മേൽ നിങ്ങൾ മുങ്ങി നടക്കുകയാണല്ലോ. ഇത്രയും വർഷമായിട്ട് 25 വർഷത്തോളമായിട്ട് മുങ്ങി നടക്കുകയാണല്ലോ. ഇപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അക്ബർ ഇത്രത്തോളം കള്ളത്തരം പറഞ്ഞു നടക്കുന്ന ഒരു ദാവാ പ്രവർത്തകനാണെന്ന് തെളിയിക്കണമായിരുന്നു. ഇനി ഞാൻ പറഞ്ഞതാണോ അതോ നിങ്ങൾ കണ്ട വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അക്ബർ കള്ളത്തരം പറയുന്ന ആളാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്കൊന്നേ പറയാനുള്ളൂ, കള്ളത്തരം പറഞ്ഞ് ജീവിക്കരുതേ മുസ്ലിങ്ങളെ. അക്ബറിന്റെ ആൾക്കാരോടും പറയാണ്, അക്ബറും കൂട്ടെ നിച്ചോ ട്രൂത്തുകാരെ, നിങ്ങൾ കള്ളത്തരം പറഞ്ഞ് ജീവിക്കരുത്. സംവാദത്തിന്റെ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി, ഷിഗർ ബാധിച്ചതിനെ പറ്റി മനസ്സിലായി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല എന്നുള്ള വോയിസ് നിങ്ങൾക്ക് മനസ്സിലായി. 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ട് ആ 1 ലക്ഷത്തിനേക്കാൾ കൂടുതലായിട്ട് 35,000 രൂപയ്ക്കാണ് ബലമെന്ന് കണ്ട അല്ലെങ്കിൽ മൂല്യം കണ്ടുപോയ ഡിബേറ്ററെ മനസ്സിലായി. അതുകൂടാതെയോ ചെന്നൈയിൽ ചെന്നിട്ട്, ഇവിടുന്ന് കഷ്ടപ്പെട്ട് ചെന്നൈയിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ആ ഡിബേറ്റ് മുടക്കാനും നോക്കി ഒരു അക്ബറിനെയാണ് നിങ്ങൾ കാണുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ സംഘടന പ്രവർത്തകരാണ്. ഇവർ പിന്നെ എങ്ങനെ സാക്ഷിയുമായിട്ടൊരു സംഭവത്തിൽ വരികയില്ല. ഇനി ചിലപ്പോൾ വേറെ ആരിലൊക്കെ ഈ ആൾക്കാരുണ്ടായിരിക്കും, അവരുമായിട്ടൊക്കെ ഡിബേറ്റിന് പോകായിരിക്കും. കാരണം ഈ തെളിവുകൾ പറയാതെ ഈ സാഹിത്യ രൂപത്തിൽ കിടന്ന് സംസാരിക്കുന്നവരുമായിട്ടൊക്കെ ഡിബേറ്റിന് ഇവർക്ക് ഭയങ്കര താല്പര്യം. തെളിവുകളൊന്നും എവിടെയും പറയണ്ടല്ലോ, ബുഖാരിന്നോ മുസ്ലിമോ ഖുറാനെന്നോ അല്ലെന്നുണ്ടെങ്കിൽ തിർമുദിന്നോ അല്ലെങ്കിൽ തബരീന്നോ ഇന്നൊന്നും പറയാതെ സാഹിത്യപരമായിട്ട് കിടന്നുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർ കാണും. അവരുമായിട്ടൊക്കെ ഡിബേറ്റ് നടത്താൻ ഇദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. പക്ഷെ വ്യക്തമായിട്ട് പറയുന്ന പുസ്തകങ്ങൾ എടുത്ത് മേശപ്പുറത്ത് വെച്ച് കാണിച്ച് അല്ലെങ്കിൽ PPT വഴി കാണിച്ച് വ്യക്തമായ തെളിവുകൾ പറയുന്നവരുമായിട്ട് അക്ബർ ഡിബേറ്റിന് വരുമെന്ന് തോന്നുന്നില്ല. അത് വേറെ ഒരു വശം. അതുകൊണ്ട് അക്ബറിനോട് പറയാണ്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാ ആൾക്കാരോടും പറയാണ്, തന്ത്രശാലിയായിട്ടുള്ള ആളിൽ വിശ്വസിക്കാതിരിക്കുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനോ എന്ന് പറഞ്ഞൊരു ക്രിസ്തുവുണ്ട്. തന്ത്രം മെനഞ്ഞു വരുന്ന ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഒരു നിത്യജീവൻ അവകാശിയാക്കി മാറ്റുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തിയിലേക്ക് നിങ്ങൾ വരിക. അക്ബർ സാഹിബിന്റെ ഭയം എന്താണെന്ന് അറിയാമോ? അക്ബർ സാഹിബിന്റെ ഭയം എന്ന് പറയുന്നത്, ഞങ്ങളുമായി ഒരു ഡിബേറ്റ് നടത്തിയാൽ താങ്കളുടെ വിശ്വാസത്തിലുള്ള പല ആൾക്കാരും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സത്യമായിട്ടുള്ള ക്രിസ്തുവിന്റെ പിന്നാലെ സഞ്ചരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ സംവാദത്തിന് വരാതെ മറിഞ്ഞു നടക്കുന്നത്. കാരണം ഒരു ഡിബേറ്റ് നടത്തിയാൽ, ഞങ്ങളുമായ ഒരു ഡിബേറ്റ്, സാക്ഷിയുമായ ഒരു ഡിബേറ്റ് നടത്തിയാൽ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്, അവർക്ക് മനസ്സിലായി, അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ സത്യം മനസ്സിലാക്കും, ക്രിസ്തുവിലുള്ള സത്യം മനസ്സിലാക്കും, ജീവനുള്ള ദൈവത്തിലുള്ള സത്യം മനസ്സിലാക്കും. ആ സത്യം മനസ്സിലാക്കുമെന്ന് ഇവർക്ക് ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഡിബേറ്റിന് വരാതിരിക്കുന്നത്. അല്ലെന്നുണ്ട് ഇത്രയും കള്ളത്തരം പറയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ സത്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന, സത്യസന്ധമായി ജീവിക്കാൻ പറ്റുന്ന, ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ, നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സഹോദരങ്ങളുടെ മുമ്പിലെല്ലാം സത്യസന്ധമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് സാഹിബിനോട് പറയുകയാണ്, സാഹിബേ
ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന നിസ്തുല്യ സ്നേഹത്തിന്റെ നാമമാണ്. ആ നാമത്തിലേക്ക് നിങ്ങൾ വരിക, ആ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരിക, നിത്യജീവന അവകാശികളാകുക. എന്നെ കേട്ടവരെല്ലാവരെയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നിടം വരെ ജീവനുള്ള ദൈവത്തിന്റെ കരത്തിന് കീഴിൽ നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണും വരെ നമുക്ക് ക്രിസ്തുവിന്റെ മറവിൽ ആയിരിക്കാം.